നല്ല ടേസ്റ്റിയും വ്യത്യസ്തവുമായ ഒരു സമൂസയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയ ഒരു സവോളയാണ്, ചെറുതാണെങ്കിൽ 2 ചേർക്കണം. അത് ചെറുതായി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല വഴന്ന് വരുമൊന്നും വേണ്ട, ബീൻസും ക്യാരറ്റൊന്നും അങ്ങനെ വെന്ത് കിട്ടുമൊന്നും വേണ്ട, പകുതി വേവായി കിട്ടിയാൽ മതി കേട്ടോ. ഏകദേശം ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് ഈ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും ഒക്കെ ഒരു ആ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ചെറിയ കുട്ടികളുള്ളതിനെ കൊണ്ട് ഞാൻ പച്ചമുളക് അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ വേണ്ടാത്തവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അധികം ചിക്കനൊന്നും ചേർത്തിട്ടില്ല, ഒരു 2-3-4 കഷ്ണം ചിക്കൻ വേവിച്ചെടുത്തതാണ്, അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ സമൂസയുടെ പോലെ ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മൈദമാവൊന്നും വേണ്ട കേട്ടോ, വെറുതെ വെള്ളം തന്നെ ആക്കിയാൽ ഒട്ടി കിട്ടും. ഞാൻ വെള്ളമാക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കൽ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും വേവിച്ചെടുത്തിട്ട് അതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.